കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ എന്ന ഒരു നടിയുടെ ഒരു ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും കാണുകയുണ്ടായി. അതായത് ആ ഇൻ്റർവ്യൂവിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവർ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മാറിയപ്പോൾ അവർക്ക് ഒരു ഫ്രഷ്നെസ് അവരുടെ ലൈഫിലുണ്ടായി, അവർക്കൊരു പുതുമ അവർക്ക് ലഭിച്ചതുപോലെ തോന്നി എന്നൊക്കെ. ശരിക്കും ഈ മുസ്ലിം മതത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. എന്തായാലും ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ടായി വന്നപ്പോഴും അങ്ങനൊരു കാര്യം ലഭിക്കുന്നതായിട്ട് അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഏത് മതത്തിലായാലും എവിടായാലും അവനവനായി തന്നെ നിന്നാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഈ ഫ്രഷ്നെസ് കുറവും ഒന്നും തോന്നില്ല. ഇപ്പം നമ്മൾ പറയാൻ വന്നത് ഇക്കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മുടെ താരസംഘടനയായ അമ്മയിലുണ്ടായ ഒരു അടിപിടിയെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താരസംഘടനയായ അമ്മയിൽ ഒരു അഴിച്ചുപണി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ സംഘടനാ നേതൃത്വം ഫുൾ സ്ത്രീകൾ ഏറ്റെടുത്തു. ഒരു 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പെൺപടകളാണ് ഈ താരസംഘടന ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ടേ പറയാറുണ്ട്, ഈ സ്ത്രീകൾ ചേരുന്നിടത്ത് അടിയും വഴക്കുമൊക്കെ പതിവാണെന്ന്. ഇതിപ്പോൾ ഇവിടെയും തെറ്റിയിട്ടില്ല. സ്ത്രീകളുടെ ശത്രു പുരുഷൻ മാത്രമല്ല, സ്ത്രീകൾ കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ലക്ഷ്മിപ്രിയ തന്നെ. അമ്മ സംഘടനയുടെ ഒരു പരിപാടിയിൽ നീനാകുറുപ്പ് മറ്റ് നടികളോട് അപമര്യാദയായി പെരുമാറി അവരെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ ഫ്രഷ്നെസ്സും ആ പുതുമയൊക്കെ ലഭിച്ച ആ ചേച്ചി ഉണ്ടല്ലോ, അതെ, നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി. ആ ചേച്ചി നീനാകുറുപ്പിനോട് പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട്, നമുക്കൊന്ന് കേട്ടാലോ. നീനാകുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാമല്ലോ. ആ കൊച്ചിനെ കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്? നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. അതെ, സ്ത്രീ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മാന്യതയുണ്ട്. അത് ഈ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. ബാക്കി കേൾക്കാം. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്, മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാകുറുപ്പേ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും, മനസ്സിലായി? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്. ആ പറഞ്ഞ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതായത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഇഷ്ടമുണ്ടോ, അതായത് ലക്ഷ്മിപ്രിയ ഉൾപ്പെടുന്ന ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. ബാക്കി കേൾക്കാം. ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെയും നിങ്ങൾ ഓടി വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാകുറുപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്, മനസ്സിലായോ? നീനാകുറുപ്പിന് ഒരു ഉണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. ശരിയാണ്, ആരാണ്? അതെല്ലാവരും വിചാരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളുടെ അങ്ങനെ ഒരു തവളയ്ക്ക് ഒരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം, മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതിപ്പോ ഒരാളുടെ മാനസിക പ്രശ്നവും ഒരാളുടെ മാനസികാവസ്ഥയും പരിശോധിക്കുന്നത് ലക്ഷ്മിപ്രിയ ആണോ? അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലയിൽ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നും ഇല്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഇല്ല. ഇനി ഈ ഒരു ഓഡിയോയുടെ കുറച്ച് മുമ്പുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം പറഞ്ഞത് ഞാൻ ഉൾപ്പെടുന്ന ആർക്കും നിങ്ങളെ ഇഷ്ടമല്ല എന്നാണ്. പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട്. പിന്നെ ഒരു കൃമി എന്നും കൃമി തന്നെയായിരിക്കും, വിഷം എന്നും വിഷം തന്നെയായിരിക്കും. അത് ഓർക്കുക. പിന്നെ പറഞ്ഞില്ലേ ചേച്ചി ആ ഇൻ്റർവ്യൂവിൽ എത്ര ഫ്രഷ്നെസ് ആയി, എത്ര പുതുമ കിട്ടി എന്നൊക്കെ. ഉള്ളു നന്നായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ചീഞ്ഞ ആ വിഷം ഉണ്ടല്ലോ, അത് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇനി എത്ര കാലം കഴിഞ്ഞാലും.